രാജ്യവിരുദ്ധ പ്രകടന പത്രികയുമായി CPM ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിയാൽ UAPA ഒഴിവാക്കുമെന്നും CAA റദ്ദാക്കുമെന്നും ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്നും പത്രികയിലുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇത്തരം ദേശവിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രകടന പത്രിക എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ AKG ഭവനിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് PB അംഗങ്ങളും ചേർന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യവിരുദ്ധ സ്വഭാവമുള്ള ഒരു പ്രകടന പത്രികയാണ് ഈ തവണയും CPM ദേശീയ തലത്തിൽ പുറത്തിറക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ എടുത്തു പറയുന്ന 2-3 വിഷയങ്ങൾ. ഒന്ന്, UAPA റദ്ദാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഭീകരവാദികൾക്കെതിരെയും ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെയുമുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് UAPA എന്നുള്ളത്. UAPA ചുമത്തിയാണ് ഭീകര കേസുകളിലും രാജ്യവിരുദ്ധ കേസുകളിലും പ്രധാനപ്പെട്ട പ്രതികളെയും ഭീകര സംഘടനകളെയും ഒക്കെ നിരോധിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ഭീകരതയ്ക്കെതിരെയുള്ള ഈ നിർണായക നിയമം അല്ലെങ്കിൽ ഈ വകുപ്പ് റദ്ദാക്കും എന്നാണ് CPM ഇപ്പോൾ പ്രകടന പത്രികയ്ക്കകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, CAAക്കെതിരെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ CPM നേരത്തെ തന്നെ വ്യാപക പ്രചരണം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ CAA എന്നത് മുസ്ലിങ്ങളെ നാടുകടത്താനുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള തെറ്റായ പ്രചരണം നടത്തിയിരുന്നു. മാത്രമല്ല, കേരളത്തിൽ CAA നടപ്പാക്കില്ല തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് നടത്തിയത്. ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുന്നത് CPMന് ഭരണം ലഭിച്ചാൽ CAA ഒഴിവാക്കും, റദ്ദാക്കും എന്നുള്ളതാണ്. ഒപ്പം ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 അനുകൂലിക്കുന്നു CPM. അതിനാൽ CPMന് ഭരണമുണ്ടെങ്കിൽ ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം അത് പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പ്രകടന പത്രിക. ലക്ഷ്മി.